Hello friends, welcome to SAT, Center Institution in Marthamudi and Veligara. Please subscribe to our YouTube channel for new updates. Tangents, Chapter 7, Part 4, Construction 4. അത് നമ്മളിന്ന് പഠിക്കാൻ പോകും ഹൗ ടു ഡ്രോ ഔട്ടർ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നർ സർക്കിൾ പഠിച്ചില്ലേ. പക്ഷെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മൂന്ന് മൂലക്കൂടെ കടന്നു പോകുന്ന ഔട്ടർ സർക്കിളാണ്. ഓക്കെ, എങ്ങനെയാണ് ഇത് നമുക്ക് ഔട്ടർ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കണം നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്നർ സർക്കിൾ വരച്ചു. ഫസ്റ്റ് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ദെൻ നിങ്ങൾക്കിപ്പോൾ അളവൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു സൈഡിൽ കുത്തിയിട്ട് ബിയിൽ കുത്തിയിട്ട് ഞാൻ ഒരു വശം മാർക്ക് ചെയ്തു. ഒരു കുറച്ചും കൂടി വേറെ ഇത്തിരി കൂടി കൂടുതലെടുത്തു മറ്റേ വശത്ത്. എന്നിട്ട് എന്താണ് അത് മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. എക്സാമിന് നമുക്കൊരു അളവ് തന്നിട്ടുണ്ടാവും, അപ്പോൾ ആ അളവിൽ തന്നെ നമ്മൾ വരയ്ക്കണം. അങ്ങനെ മൂന്നാമത്തെ ലൈനും ജോയിൻ ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ഇനി ശരിക്കും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൻ്റെ സമവാചി വരയ്ക്കുക, അടുത്ത സൈഡിൻ്റെ സമവാചി സെൻറ്റർ കിട്ടും. ആ സെൻറ്ററിൽ നിന്ന് മൂലയിലേക്കുള്ള അകലം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ മൂലയിലേക്കൂടെ ഒരു വൃത്തം എങ്ങനെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഔട്ടർ സർക്കിൾ. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ എങ്ങനെ വരയ്ക്കാനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കോണിൻ്റെ സമവാചി എടുത്തായിരുന്നു. ഇവിടെ നമ്മൾ വശത്തിൻ്റെ സമവാചി എടുക്കും കേട്ടോ. ഈ സൈഡിൻ്റെ സമവാചി എടുത്തു, പകുതി കൂടെ എടുത്ത് ഇവിടെ അപ്പുറം വരയ്ക്കാം, പകുതി കൂടെ എടുത്ത് അപ്പുറത്തും വരയ്ക്കാം. പിന്നെ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഈ സൈഡിലും മുകളിലും വരയ്ക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു ലൈനിൻ്റെ സമവാചി വരയ്ക്കാനായിട്ട്, ശ്രദ്ധിച്ച് കാണുക. അങ്ങനെ ആ ലൈൻ, അതായത് ആ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ സമവാചി എടുക്കുക. ഇതിന് വശങ്ങൾ നമ്മൾ യോജിപ്പിച്ചു. ഓക്കെ, യെസ്. ഇനി ഒരു വശം കൂടി നമ്മൾ എടുക്കണം. ഇപ്പോൾ ഈ വശത്തിൻ്റെ ഞാൻ വരച്ചു. ഇനി അടുത്ത വശം ഇപ്പുറത്ത് കിടക്കുന്ന ഈ വശത്തിൻ്റെ ഒരു സൈഡിൽ കുത്തി ബി കുത്തി പകുതി കൂടുതൽ എടുക്കാം. ഇതിങ്ങനെ മാർക്ക് ചെയ്തു. അത് വ്യത്യാസം വരുത്താതെ അപ്പുറത്ത് കുത്തി ഇപ്പുറത്ത് മാർക്ക് ചെയ്തു. ഇതിന് ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുത്തിയിട്ട് ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും അതുപോലെ അപ്പുറത്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത് കുത്തിയിട്ട് ഈ സൈഡ് കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഔട്ടർ സർക്കിൾ കൃത്യമായിട്ട് ആ മൂന്ന് മൂലയോട് പോവില്ല. ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മളൊരു സമവാചി വരച്ചിട്ടുണ്ട്, അതിനെ ക്രോസ് ചെയ്ത് കടന്നു പോകും. ഓക്കെ, വരച്ചു. യെസ്. അപ്പോൾ ഈ രണ്ടും കൂടി ഇങ്ങനെ ഈ രണ്ട് വരെയും കൂടി ഈ രണ്ട് സമവാചിയും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സെൻറ്ററിൽ കണ്ടോ. യെസ്, അവിടെ കുത്തിയിട്ട് നമുക്ക് മൂലകളിലേക്കുള്ള അകലെടുക്കാം. വെർട്ടെക്സിലേക്ക് കണ്ടോ, ബിയിലേക്കുള്ള അകലെടുത്തു. അത്രയും തന്നെ അകലമായിരിക്കും എയിലേക്കും സിയിലേക്കും, എല്ലാ മൂലകളിലേക്കും സെയിം അകലമായിരിക്കും. ജസ്റ്റ് റൗണ്ട് ആണ് വയ്ക്കുക. ഹായ്, അത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ മൂന്ന് മൂലകളിലൂടെയും കടന്നുപോയി. ദാറ്റ് ഈസ് നോൺ ആസ് ഔട്ടർ സർക്കിൾ. ഇതാണ് നമ്മൾ പരിവൃത്തം എന്ന് മലയാളത്തിൽ പറയുന്നത്. കിട്ടിയോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്തത്, ത്രികോണം വരച്ചു. ദെൻ ത്രികോണം വരച്ചറിയാലോ, ആർക്ക് എടുത്തിട്ട് ദെൻ ത്രികോണത്തിന് ഒരു വശത്തിന് സമവാചി വെച്ചു, മറ്റേ വശത്തിന് സമവാചി വെച്ചു, രണ്ടിനും കോമൺ പോയിന്റ് എടുത്തു. കോമൺ പോയിന്റിൽ മുന്നിലേക്കുള്ള അകലെടുത്തു. ദെൻ പുറത്ത്. താങ്ക്സ് ഫോർ. ഓക്കെ.